إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവും അതിന്റെ പ്രാധാന്യവും എത്രമാത്രം മഹത്തരമാണ് എന്നതിന്റെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഏത് വിഷയമാണെങ്കിലും അതിനെല്ലാം പരിശുദ്ധ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവിനാണ്, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുന്ന വിജ്ഞാനമാണ് അഫ്ളലുൽ ഉലൂം, വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും ഖൈറുള്ളവർ. ഇങ്ങനെ അല്ലാഹുവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഏത് വിഷയമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അഫ്ളലുസ് സൂറ, ഏറ്റവും മഹത്വമുള്ള അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി മാത്രമാണ് ആ സൂറത്തിലുള്ളത്. മറ്റു ചർച്ചകളൊന്നും ആ സൂറത്തിൽ ഇല്ല. അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന, മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ പകുതിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി വിശുദ്ധ ഖുർആനിലെ തന്നെ ഏറ്റവും ആളമായ, ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ആയത്തുൽ കുർസിയാണ്. എന്താണ് ആയത്തുൽ കുർസിന്റെ പ്രത്യേകത? അതും സൂറത്തുൽ ഇഖ്ലാസ് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ആയത്താണ്.
അള്ളാഹുവിന്റെ മഹത്വം മാത്രമാണ് ആ ആയത്തിന്റെ വിഷയമുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയ ആയത്തായിക്കൊണ്ട് ആയത്തുൽ കുർസി മാറുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി. നമുക്ക് എല്ലാവർക്കും അത് കാണാതെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും സൂറത്തുൽ ഇഖ്ലാസിനെ പോലെ അതല്ലെങ്കിൽ ആയത്തുൽ കുർസിയെ പോലെ മറ്റൊന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുക സാധ്യമല്ല. അത്രയും വിശദമായ രീതിയിൽ അല്ലാഹു ആരാണെന്നും അവന്റെ കഴിവുകളും അവന്റെ ശക്തിയും അവന്റെ ഔന്നിത്യവും അവന് മാത്രം ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയിൽ വളരെ വിശദമായി കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മറ്റുള്ളവരെല്ലാം നിയന്ത്രിക്കുന്ന നിരാശ്രയനാണവൻ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഒരു ക്ഷീണമോ മയക്കമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. വാനലോകത്തുള്ളതിന്റെയും ഭൂമിയിലുള്ളതിന്റെയും ആധിപത്യം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദമില്ലാതെ അവന്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ മറ്റാരുണ്ട്? യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ആ മനുഷ്യന്മാരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും വരാനുള്ളതും കഴിഞ്ഞുപോയതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിജ്ഞാനത്തിൽ നിന്ന് ആർക്കും അതിനെ വലയം ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ, അതല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ച ഒന്നല്ലാതെ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അവന്റെ കുർസി ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വിശാലമാണ്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണം അല്ലാഹുവിനെ ക്ഷീണിപ്പിച്ചിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷീണം ബാധിപ്പിച്ചിട്ടില്ല. വഹുവൽ അലിയുൽ അളീം. അവൻ അത്യുന്നതനാണ്, അതിമഹത്വമുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. സഹോദരന്മാരെ, ഈ സൂറത്ത്, ഈ ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ആയത്തുൽ കുർസിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്, പടച്ചറബിന്റെ മഹത്വം എന്താണ്, നമ്മുടെ നിസ്സാരത എന്താണ്, നമ്മുടെ കിബറിന്റെ മുനയൊടിഞ്ഞു പോകുന്ന ആയത്താണെന്നാണ് പണ്ഡിതന്മാർ ആയത്തുൽ കുർസിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്ന മനുഷ്യൻ, അതല്ലെങ്കിൽ മനസ്സിൽ കിബറുമായി കൊണ്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്മാരുടെ ആയത്തുൽ കുർസി ഓതാനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആയത്തുൽ കുർസി വിശദീകരിക്കുമ്പോൾ ആയത്തുൽ കുർസിയിൽ നിന്ന് 35ഓളം ഫവായിദുകൾ, 35ഓളം കാര്യങ്ങൾ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വൈൻ കുന്ത മുതആലിയൻ. നീ ഒരു വലിയ ഔന്നിത്യമുള്ളവനാണ്, നീ വലിയവനാണ് നീ തോന്നുന്നെങ്കിൽ ഫദ്കുർ ഉലുവല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നിത്യം നീ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ ആയത്തുൽ കുർസിയിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. അത് നീ ഒന്ന് ചിന്തിച്ചാലും മതി, നീ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വൈൻദാ കുന്ത അളീമൻ. നീ ഒരു മഹത്വമുള്ളവനാണ്, ഞാനൊരു വലിയ ആളാണ് നീ തോന്നുന്നുണ്ടെങ്കിൽ ഫദ്കുർ ഫീ നഫ്സിക അളമത്തല്ലാഹ്. അല്ലാഹുവിന്റെ മഹത്വം നീ മനസ്സിൽ വിചാരിക്കണം. വൈദാ കുന്ത കബീറൻ ഫീ നഫ്സിക. നിന്റെ മനസ്സിൽ നീ വലിയ ആളാണ്, വലിയ സ്ഥാനമുള്ള ആളാണ്, ഞാൻ വലിയ ആരും എന്റെ മുകളിലില്ല നീ തോന്നുന്നുണ്ടെങ്കിൽ ഫദ്കുർ കിബ്രിയ അല്ലാഹ്. നീ അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വലിപ്പവും നീ മനസ്സിൽ ചിന്തിക്കണമെന്നും ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ആയത്തുൽ കുർസി നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ മഹത്വം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കൊണ്ട് കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യാ അബാ മുൻദിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരനായ അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയാൻ, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. അല്ല അബൂ മുൻദിറെ, നീ പഠിച്ച ഖുർആനിൽ നിന്ന് നിന്റെ കൂടെ നിനക്ക് ഹിഫ്ളുള്ള ആയത്തുകളിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഏതാണ് ഏറ്റവും ആളമായ ആയത്ത് നിനക്കറിയുമോ? അപ്പോൾ അബൂ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാല ഫളറബ ഫീ സദ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉത്തരം ശരിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞു വല്ലാഹി ലയുഹന്നിക്കൽ ഇൽം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങൾക്ക് ഇൽമു കൊണ്ട് സന്തോഷമുണ്ട്, വിജ്ഞാനം കൊണ്ട് സന്തോഷം നിങ്ങൾക്കുണ്ട് അബാ മുൻദിർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആ ഉത്തരം ശരിയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഇത്ര മഹത്വം കിട്ടിയത്. അദ്ദേഹം പറയാൻ ഖാലൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ തമയ്യസത്ത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിന്റെ പ്രത്യേകത എന്താണ്, ബികൗനിഹി ആലം, എന്തുകൊണ്ടാണ് അതിന് മഹത്വം കിട്ടിയത്, ലിമാ ജമഅത മിൻ ഉസൂലിൽ അസ്മാഇ വസ്സിഫാത്ത് മിൻ ഇലാഹിയ്യത്തി വൽ വഹ്ദാനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളും ഉലൂഹിയത്തുകളും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മുന്നിൽ സിഫത്തുകളും ഇസ്മുകളുമെല്ലാം ഈ ഒറ്റ ആയത്തിൽ ഒരുമിച്ചിട്ടുണ്ട്. മാത്രമല്ല അൽ ഹയാത്ത് വൽ ഇൽമു വൽ മുൽക്ക് വൽ ഖുദ്റ വൽ ഇറാദ, അള്ളാഹുവിന്റെ ഹയാത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഇറാദത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. വഹാദിഹി സബ്അത്തുൽ ഉസൂലിൻ ലി അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ അസ്മാ വസ്സിഫാത്തുകളിൽ 7 അടിസ്ഥാനപരമായ സിഫത്തുകൾ അത് ഈ 3 മുഴുവനായിക്കൊണ്ടും ഈ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം ഖാല ബഅദുൽ ഉലമ, ചില പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ലിഅന്നഹു യുകർരിറു ഫീഹാ, ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്മുല്ലാഹി തആല ബൈന മുദ്ബരിൻ വലാഹിൻ 18 മറത്തൻ, 18 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരുകൾ പേരായിട്ടും ലമീറുകളായിട്ടും സൂചകങ്ങളായിട്ടുമൊക്കെ 18ഓളം തവണ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനത്രയും മഹത്വമുണ്ടാകാൻ കാരണമെന്നും ചില ഉലമാക്കൾ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തി മക്തൂബത്തിൻ, ഒരു ഫർദ് നമസ്കാര ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വം പറഞ്ഞത്, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത, മരണമുണ്ട് എന്നത് മാത്രമാണ് അവനിനി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ തടസ്സമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മരണവും അതിനുശേഷം ഹിസാബും കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഓതിയതിന്റെ മഹത്വം കൊണ്ട് ആ മനുഷ്യന് നേർക്കുനേരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ പൊരുൾ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖർ ആയത്തുൽ കുർസി മിൻ അവ്വലിഹാ ഹത്താ തഖ്തിമിൽ ആയ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഉറങ്ങേണ്ടത്. പലപ്പോഴും ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ പല കാര്യങ്ങളും സൊറ പറഞ്ഞുറങ്ങും, അതിലെങ്കിൽ മൊബൈലിൽ വല്ല കാര്യങ്ങളും കേട്ടോ കണ്ടോ ഒക്കെ പല രീതിയിലാണ് ആളുകൾ ഉറങ്ങാറുള്ളത്. എന്നാൽ ഹദീസിൽ കാണാം, നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടും അള്ളാഹുവിന്റെ മഹത്വത്തെ സ്മരിച്ചുകൊണ്ടും ആയത്തുൽ കുർസി ഓതിക്കൊണ്ടാണ് നീ ഉറങ്ങാൻ കിടക്കേണ്ടത്. കാരണം എന്താണ്, ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, എങ്കിൽ നീ പടച്ചോനെ ഓർത്തുകൊണ്ടാണ് ഉറങ്ങാൻ കിടന്നെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്കൊരു സംരക്ഷകൻ ഉണ്ടായിരിക്കും. ആ ആയത്തുൽ കുർസിന്റെ മഹത്വം കൊണ്ട് പടച്ച റബ്ബ് നിന്നെ സംരക്ഷിക്കും. വലാ യഖുറുബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നീ പ്രഭാതത്തിലാകുന്നത് വരേക്കും പിശാചിന്റെ ശർറിൽ നിന്ന് നിനക്ക് സംരക്ഷണം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, ഇമാം ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഹദീസാൻ, മാ അറാ അഹദൻ യഅഖിലു ദഖല ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പ്രവേശിച്ച ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു മനുഷ്യൻ മുസ്ലിമാണ്, അയാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾ ഉറങ്ങൂല ഹത്താ യഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതാതെ ഒരു ബുദ്ധിയുള്ള മുസ്ലിം ഒരിക്കലും ഉറങ്ങുകയില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. ആ ബുദ്ധിയുള്ള മുസ്ലിമീങ്ങൾ നമ്മളുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അത്രയും മഹത്വമുള്ള അത്രയും പ്രാധാന്യമുള്ള ഒരു ആയത്തായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒക്കെ മനസ്സിലാക്കിയത്. മാത്രമല്ല റസൂൽ പറഞ്ഞു, ആയത്തുൽ കുർസി ഫീ സൂറത്തുൽ ബഖറ മൻ ഖാലഹ ഹൈന യുംസി ഉജിറ മിന്ന ഹത്താ യുസ്ബിഹ, ഒരു മനുഷ്യൻ സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവന് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ വമൻ ഖാലഹ ഹൈന യുംസി, ആരെങ്കിലും വൈകുന്നേരത്തിൽ അത് ഓതിയാൽ രാവിലെ വരേക്കും അതിന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന്
പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളിൽ സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു അൽ ഹയ്യ അൽ ഖയ്യൂം അൽ അലിയുൽ അളീം, ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് പേരുകളും സഹോദരന്മാരെ പറയപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. പടച്ചോനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ച് മനസ്സിലാക്കാനും പറ്റിയ ആയത്താണ്. 10 കഷ്ണങ്ങളായിട്ട് 10 ഭാഗങ്ങളായിക്കൊണ്ട് പണ്ഡിതന്മാർ ആയത്തുൽ കുർസിനെ വിശദീകരിച്ചിട്ടുണ്ട്. ആ 10 കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ പടച്ചോനല്ലാത്ത ഒരു സൃഷ്ടിയിലേക്ക് ഒരു മനുഷ്യനും തിരിയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരിലേക്ക് ആളുകൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജാറങ്ങളിലും മക്ബറുകളിലും അതുപോലെ തന്നെ കല്ലുകളിലും വിഗ്രഹങ്ങളിലും അടുത്തേക്ക് പോയിക്കൊണ്ട് ബുദ്ധിയില്ലാത്തവരും മരിച്ചവരുമായ അടുക്കളയിൽ പോയിക്കൊണ്ട് എന്തിനാണ് ഈ ആവശ്യങ്ങളൊക്കെ പരാതി പറയുന്നത്? പടച്ചോനെ സംബന്ധിച്ച് അറിയാത്തതുകൊണ്ടാണ്. പടച്ച റബ്ബിനെ സംബന്ധിച്ച് അറിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ആയത്തുൽ കുർസി മാത്രം പഠിച്ചാൽ മതി. എന്താ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞു? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവൻ ഹയ്യാണ് ഖയ്യൂമാണ്. എത്രയാണ് പണ്ഡിതന്മാർ ഇതിനൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. പടച്ചോൻ മാത്രമാണ് ഇലാഹ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹ് പഠിപ്പിച്ചതാണ്. ആരാണ് ഇലാഹ്? വിശുദ്ധ ഖുർആൻ സൂറത്തു നംലിന്റെ അവസാന ഭാഗത്തുങ്ങളൊന്ന് മുസാഫ് എടുത്ത് പരിശോധിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് പടച്ചറബ് ഇലാഹാണെന്ന് അള്ളാഹ് പറയുന്നത്? അതിന് കൃത്യമായ ന്യായങ്ങൾ പടച്ചോൻ നിരത്തിയിട്ടുണ്ട്. വെറുതെ പടച്ചോൻ ഇലാഹെന്ന് പറഞ്ഞല്ല. എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, എനിക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്യണം, എന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹുവിന് ന്യായം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ന്യായങ്ങളുണ്ട്. അതിലൊരു ന്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തിയ സൂറത്തുൽ നംലിലെ 62-ാമത്തെ ആയത്തിൽ കാണും. എന്തുകൊണ്ടാണ് പടച്ചോൻ മാത്രം ഇലാഹെന്ന് അള്ളാഹ് പറയാൻ കാരണം എന്താണ്? അള്ളാഹ് പറയും, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു വയക്ഷിഫു സ്സൂഅ വയജ്അലകും ഖുലഫാഅൽ അർളി അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അള്ളാഹ് പറയും എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹ് പഠിപ്പിക്കാൻ കാരണം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു, ഒരു മനുഷ്യന് പ്രയാസവും ബുദ്ധിമുട്ടുകളും വന്നാൽ ആ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസരത്തിൽ ആ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ ആ ബുദ്ധിമുട്ടിയ മനുഷ്യന് ഉത്തരം കൊടുക്കാൻ ആർക്കാണ് കഴിയുക? ഇതാണ് അള്ളാന്റെ ചോദ്യം. ഒരു പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസരത്തിൽ ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ പടച്ചോനെ മാത്രം വിളിച്ചു തേടിയ, ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആരെ വിളിച്ചാലും ആർക്കാ ഉത്തരം കൊടുക്കാൻ കഴിയുക? ഓനാ പടച്ചോൻ. മനുഷ്യന്മാർക്ക് കഴിയില്ല, അമ്പിയാക്കന്മാർക്ക് കഴിയൂല, സ്വാലിഹീങ്ങൾക്കും മരിച്ചവർക്കും വിഗ്രഹങ്ങൾക്കും കല്ലുകൾക്കും മരങ്ങൾക്കും കഴിയില്ല. അല്ലാഹ് പറയും അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅഹു, പ്രാർത്ഥന കേൾക്കു മാത്രമല്ല വയക്ഷിഫു സ്സൂഅ, അവർ ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ അവന് നീക്കം ചെയ്യാനും ആർക്കാണ് സാധിക്കുക? മാത്രമല്ല വയജ്അലകും ഖുലഫാഅൽ അർളി, നിങ്ങളെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫകളാക്കിയിരിക്കുന്നു. ഇതിന് അല്ലാഹ് ചോദിക്കാണ് അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ? അള്ളയാണ് ഇലാഹ് എന്ന് പറയുന്നത്. അള്ളാഹ് പറഞ്ഞ ന്യായം എന്താണ്? എവിടുന്ന് വിളിച്ചാലും ഏത് സന്ദർഭത്തിൽ വിളിച്ചാലും മുൽത്തറിന് ഉത്തരം കൊടുക്കാൻ പടച്ചോനെ കഴിയുള്ളൂ. ഇത് വേറെ ആൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ ഓനും പടച്ചോനായി. എന്റെ പ്രയാസത്തിന് ഞാൻ എവിടുന്ന് വിളിച്ചാലും CM വടവൂരിന് കഴിയും, മമ്പറത്ത് തങ്ങൾക്ക് കഴിയും, വേറെ ആൾക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പിടിച്ച് പടച്ചോനാക്കി. അള്ളാഹ് പറയാൻ ഇത് പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഖലീലൻ മാ തദക്കറൂൻ, ഇതൊക്കെ കുറച്ച് ആളുകൾ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. മഹാഭൂരിപക്ഷം ശിർക്കിലാണ് ലോകത്തുള്ളത്. അള്ളാഹുവിന്റെ മുഴുവൻ അളുമത്തുകളും മനസ്സിലാക്കിയ ആളുകളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ആളുകൾ പോലും, ആയത്തുൽ കുർസി കാണാൻ പാടുള്ള ആളുകൾ പോലും പ്രയാസം വന്നാൽ പടച്ചോനില്ലാത്തവരിലേക്ക് തിരികെ. അള്ളാഹ് പറയാണ് ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമല്ലേ ചിന്തിക്കുന്നുള്ളൂ. എന്താ നിങ്ങൾ ശരിക്കും ചിന്തിക്കാത്തത്? ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പടച്ച റബ്ബ് വിശുദ്ധ ഖുർആൻ പറയാം അള്ളയാണ് ഇലാഹില്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അത് ന്യായം അള്ളാഹ് പറഞ്ഞു. ഇനി ആ സൂറത്തു നംലിന്റെ 64-ാമത്തെ ആയത്തിൽ പറയാൻ അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു, ആരാണ് സൃഷ്ടിപ്പിന്റെ തുടക്കം കുറിച്ചത്? ആരാണ് പരലോകത്ത് അവൻ ആ മനുഷ്യന്മാരെ മടക്കുക? വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും ആരാണോ നിങ്ങൾക്ക് അന്നം നൽകുന്നത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? ഇതിനുള്ള ചോദ്യം എന്താ? അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളുമുണ്ടോ? അപ്പൊ നമുക്ക് ആരാണോ അന്നം നൽകുന്നവൻ അവനാണ് നമ്മുടെ ഇലാഹ്. ഓനെ വിളിച്ച് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അഇലാഹും മഅല്ലാഹ് എന്നിട്ട് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കണമെന്നറിയോ? എന്നാലും ആളുകൾ പലതും പറയും. ആ ആയത്ത് തെളിവല്ലേ, ഈ ആയത്ത് തെളിവല്ലേ, അവിടെ മറ്റവൾക്ക് മഹത്വല്ലേ, എന്റെ മഹത്വല്ലേ? എന്നിട്ട് അല്ലാഹു ചോദിക്കും ഖുൽ
നബിയെ നിങ്ങൾ പറയൂ, ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ പടച്ചോനല്ലാതെ വേറെ വല്ല ഇലാഹുകളുമുണ്ട് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഹാതു ബുർഹാനക്കും, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ട് തന്നെ ഖുർആൻ മനസ്സിലാക്കി ആയത്തുൽ കുർസി പഠിച്ചാൽ എന്ത് പ്രയാസം വന്നാലും പടച്ചോനല്ലാത്തവരിലേക്ക്, ഒരു സൃഷ്ടിയിലേക്കും അവൻ എത്ര കായിനമൻ കാൻ ആരായിരുന്നാലും തിരിയാൻ സാധിക്കില്ല. അത് ആയത്തുൽ കുർസിന്റെ മഹത്വം. ഇങ്ങനെ പടച്ചോനെ സഹോദരന്മാരെ മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞെന്താ പറയുക, അല്ലാഹു അൽ ഹയ്യാണ്, ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഹയ്യ് അൽ ഖയ്യൂം, ഈ രണ്ട് പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ മഹത്വമേറിയ ഇസ്മുകളെന്ന് ഹദീസിൽ വന്നിട്ടുള്ള ചില പേരുകളുണ്ട്. അത് ഏതാണെന്ന് പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ പേര് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന പേരിലാണ് അവർ ഇത്തിഫാഖായിട്ടുള്ളത്. ആ പേരിന്റെ പ്രത്യേകത എന്താ അറിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പേര് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അത് 3 സൂറത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ ബഖറയിലുണ്ട്, അതുപോലെ തന്നെ ആൽ ഇംറാനിലുണ്ട്, സൂറത്ത് ത്വാഹയിലുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മാജഹ് ഉദ്ധരിച്ച സ്വഹീഹ് ഹദീസാണ്. ആയത്തുൽ കുർസിയിലെ പിന്നെ സൂറത്ത് ബഖറയിലെ ആയത്തുൽ കുർസിയുണ്ട്. സൂറത്ത് ആൽ ഇംറാന്റെ 2ാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. സൂറത്ത് ത്വാഹയിലെ 111ാമത്തെ ആയത്തിൽ കാണാം വഅനത്തിൽ വുജൂഹുൽ ഹയ്യുൽ ഖയ്യൂം. ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന പേര്, ആ പേര് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഇനി ഈ ഹയ്യും ഖയ്യൂമുമാണ് ഇലാഹാകാൻ അർഹതയായിട്ടുള്ളവൻ. എന്താ സഹോദരന്മാർ ഹയ്യ് എന്ന് പറഞ്ഞാൽ? പടച്ച റബ്ബിന്റെ ഇസ്മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പറയാവുന്ന ഒരു ഇസ്മാണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ. എന്നെന്നും ജീവിച്ചിരിക്കുന്നു, തുടക്കവും ഒടുക്കവുമില്ലാത്തവൻ എന്നാ പദത്തിന്റെ അർത്ഥം. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുടക്കവുമുണ്ട് ഒടുക്കവുമുണ്ട്. വകുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാവരും മരിച്ചുപോകും, ആരും മരിക്കാത്തവരായിട്ടില്ല. മരണത്തിന് പോലും മരണമുണ്ടെന്നാണ് ഹദീസ് മനസ്സിലാകുന്നത്. മലക്കുൽ മൗത്തിന് പോലും മരണമുണ്ടെന്നാണ് ഹദീസിൽ മനസ്സിലാകുന്നത്. എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ. പക്ഷെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അൽ ഹയ്യാണ് പടച്ചോൻ. അതുകൊണ്ടാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോടും ഒരു പ്രയാസവും ബാധിക്കാത്തവനോടുമാണ് ഒരു മനുഷ്യൻ തന്റെ ഇലാഹായിക്കൊണ്ട്, അവനെയാണ് ഒരു മനുഷ്യൻ തന്റെ ഇലാഹായി കാണേണ്ടത്. എന്താണ് ഖയ്യൂം എന്ന് പറഞ്ഞാൽ? ഇമാം തൊബരി വിശദീകരിക്കണം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബിറിസ്ഖി മാ ഖലഖ വ ഹിഫ്ളിഹി, താൻ സൃഷ്ടിച്ചിരിക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും റിസ്ക് നൽകുന്നവനും സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരുടെ നിലനിൽപ്പിന് അവർ ആശ്രയിക്കുന്നവനുമാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ എല്ലാവരും പടച്ചവനിലേക്ക് ആശ്രയക്കാരാണ്. എന്നാൽ അല്ലാഹു ആകട്ടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതാണ് സമദ് അൽ ഖയ്യൂം എന്നൊക്കെ പറഞ്ഞാൽ. എല്ലാ പടപ്പുകളും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. അമ്പിയാക്കന്മാരാണെങ്കിലും മൗലിയാക്കന്മാരാണെങ്കിലും സൃഷ്ടികളാണെങ്കിലും മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും ഏത് സൃഷ്ടിജാലങ്ങളും അള്ളാഹുലേക്ക് ആവശ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ല. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. എന്നും ജീവിച്ചിരിക്കുന്ന ഖയ്യൂമായവൻ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാൻ, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഹാദാനി ഇസ്മാനി കരീമാനി യദുല്ലാനി അലാ സായിരിൽ അസ്മാഇൽ ഹുസ്ന ദലാലത്തൻ മുതാബഖത്തൻ വതളമ്മുനൻ വലുസൂമൻ. ഈ 2 ഇസ്മിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ മറ്റ് എല്ലാ ഇസ്മുകളെയും ഇസ്മറിയിക്കുന്നുണ്ട് എന്ന. കാരണം ഹയ്യായവന് മാത്രമേ സമീആകാനും ഖദീറാകാനും അലീമാകാനും അല്ലാഹുവിന്റെ ഒരുപാട് ഇസ്മുകൾ അൽ ഹയ്യ് എന്ന് പറയുന്ന ഇസ്മുമായി കൊണ്ട് കണക്റ്റഡാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖയ്യൂം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മറ്റു എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും ഖൽഖും റിസ്ഖും ഇമാമത്തും ഇമാത്തത്തും ഇഹ്യാവും, ഇങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഈ 2 ഇസ്മിന്റെ പ്രത്യേകത മറ്റു ഇസ്മുകളുമായി കൊണ്ടൊക്കെ ബന്ധമുണ്ട്. മറ്റു ഇസ്മുകളുടെ എല്ലാം ഒരു സംഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഇസ്മാണ് അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. ഇത് പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ, പ്രവാചകന് ഒരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ പ്രവാചകൻ എന്താ പ്രാർത്ഥിക്കുക? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യുമായ ഖയ്യൂമായ പടച്ചോനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ജീവജാലങ്ങളുണ്ട്, അതുപോലെ തന്നെ സൃഷ്ടിജാലങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രയാസം വന്നാൽ ആർക്കും വരെ വേണ്ടിയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നിപ്പ വന്നു ഇവിടെ, അതല്ലെങ്കിൽ കോവിഡ് വന്നു, പിന്നെ കൊറോണ വന്നു, പ്രളയം വന്നു, എല്ലാവരും
ആ സന്ദർഭത്തിൽ നിങ്ങൾ പത്രങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും, ഒരു യാന്ത്രിക ഏലസിന്റെയും പരസ്യം കാണാനല്ല, ഒരു സിദ്ധന്റെയും പരസ്യം കാണാനല്ല, എല്ലാവരും മുങ്ങി. പടച്ചോന് മാത്രം, എല്ലാവരും പടച്ചോനിലേക്ക് കേട്ടാണ്. കാരണം എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. ആവശ്യവും പ്രയാസവും ഇല്ലാത്ത പടച്ചോൻ മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെ മറ്റുള്ളവർ സംരക്ഷിക്കണം. ഒരു വിഗ്രഹത്തെ നോക്കി, നിങ്ങൾ വിഗ്രഹത്തെ പൂജിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു വിഗ്രഹം ലോകത്ത് തനിയെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു മരത്തിന്റെ തടിക്കഷ്ണം ഇങ്ങനെ കുറച്ചിങ്ങനെ അതിന്റെയൊക്കെ ചെപ്പിളിയും ഇതൊക്കെ ശരിയായി, ആ വിഗ്രഹം തനിയെ ഉണ്ടായിട്ടുണ്ടോ? ലോകത്തൊരു വിഗ്രഹവും തനിയെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിനെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ അത് തന്നെ മഖ്ലൂഖാണ്. അള്ളാഹുവിന്റെ മഖ്ലൂഖ് ഉണ്ടാക്കിയ വേറൊരു മഖ്ലൂഖാണത്. എന്നിട്ട് ഈ മഖ്ലൂഖായ മനുഷ്യൻ താൻ തന്റെ കൈകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ, താനാണത് രൂപം കൊടുത്തത്, താനാണത് നിറം കൊടുത്തത്, താനാണതിന്റെ ഷേപ്പ് നിശ്ചയിച്ചത്. എന്നിട്ട് മനുഷ്യന്മാർ പ്രയാസം വരുമ്പോൾ അതിന് മുമ്പ് ഈ കൂപ്പി നിൽക്കുക. എന്തൊരു വിഡ്ഢിത്തമാണ്. അതുകൊണ്ടാണ് ഇന്ന ശിർക്ക് ലദുൽമുൻ അളീം, ശിർക്കാണ് ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ട് എന്ന് പറയാൻ കാരണം. ഈ ശിർക്കുള്ള ആൾക്ക് കണ്ണ് കാണില്ല, അവന് ബുദ്ധി നഷ്ടപ്പെടും. അവന്റെ സാമാന്യ ബുദ്ധിക്കെതിരാണിത്. ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്കെതിരാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആലോചിക്കൂ, ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ താൻ ജാറുണ്ടാകുമോ? ഉണ്ടാവില്ല. ആ മഹാനെ സ്വന്തം കുളിപ്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയില്ല. സ്വന്തം മയ്യത്ത് നിങ്ങളാരും കുളിപ്പിക്കണ്ട, ഞാൻ ഒറ്റ കുളിച്ചോളാം. ലോകത്ത് മരിച്ചേതൊക്കെ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? അയാളെ താങ്ങിപ്പിടിച്ച് കൊണ്ട് കുളിച്ച് കഫൻ ചെയ്ത് ആ ഖബറിലേക്ക് എത്തിയ പിന്നെ അതുവരെ ഖബറിലേക്ക് എത്തുന്നത് വരെ ആ മനുഷ്യൻ നമ്മുടെ ആവശ്യമുണ്ട്. അയാൾ ഒറ്റക്ക് ഖബർസ്ഥാനത്ത് നടന്നു പോകില്ല. പിന്നെ ആ ഖബർ കണ്ടെത്തിയ പിന്നെ നമ്മളെല്ലാ ആവശ്യങ്ങളും മുപ്പരോടാ പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊരു വൈരുദ്ധ്യമാണിത്, എന്തൊരു ഭോഷത്തരമാണിത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഇലാഹും അല്ലാതെ വേറെ ഇലാഹുണ്ടോ? അള്ളാഹു അല്ലാത്ത എല്ലാ ആളുകൾക്കും ആശ്രയം ആവശ്യമുണ്ട്. ജാറങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്കുമെങ്കിൽ ആ ജാറക്കുറ്റി സംരക്ഷിക്കാൻ പോലീസിന്റെ കാവൽ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പക്ഷെ അള്ളാഹ്ക്ക് അങ്ങനത്തെ ആവശ്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഖയ്യൂമായ പടച്ചോനോട് മാത്രം പ്രാർത്ഥിക്കുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും ആയത്തിൽ കുർസിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. ഇങ്ങനെ പടച്ചോൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കല്ലാതെ അവന്റെ ഖൽബും ശരീരവും അവന്റെ കൈകളും മനസ്സും ഹൃദയവും തിരിയുന്ന ഒരവസരം ഉണ്ടാകില്ല. അവനാണ് യഥാർത്ഥത്തിൽ പടച്ചവൻ അറിഞ്ഞവനും ആരാധിച്ചവനും നമ്മൾ മനസ്സിലാക്കാൻ ബാക്കിയുള്ള കാര്യം പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ കണ്ണൂർ ജില്ലയിൽ സൂര്യാഘാതമേറ്റൊരു മനുഷ്യൻ മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായതായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്റെ ശരീരത്തെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, ബാധ്യത മതപരമായിക്കൊണ്ട് തന്നെ വിശ്വാസികൾക്കുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിലുണ്ടെങ്കിൽ നാം അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ചൂട് കൂടുമ്പോൾ ചൂടിനെ ആക്ഷേപിച്ച് അതല്ലെങ്കിൽ കാലാവസ്ഥയെ പഴിച്ച് സംസാരിക്കുന്ന ഒരു രീതി വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. ചൂട് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് വാഖിയയിലെ 72-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിറക് കത്തിച്ച് തീയുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഅൻതും അൻശഅതും ശജറതഹ അം നഹ്നുൽ മുൻശിഊൻ, നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതല്ല നാമാണോ? നഹ്നു ജഅൽനാഹ തദ്കിറതൻ, നിങ്ങൾ കത്തിച്ച് ചൂടുണ്ടാക്കുന്ന ആ ചൂടും വിറകുമെല്ലാം അതെല്ലാം നിങ്ങൾക്ക് ചില തദ്കിറകളാണ്, നിങ്ങൾക്ക് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. അപ്പോൾ ഭൂമിയിലെ ചൂട് കൂടുമ്പോൾ വിശ്വാസികളായ ആളുകൾ ചില ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, നരകത്തിന്റെ ശ്വാസം വിടുന്നതിന്റെ
ഒരു പ്രതിഫലനമാണ് ഭൂമിയിൽ അനുഭവിക്കുന്ന ചൂടിന്റെ കാഠിന്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹ് ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ചൂട് അത് വർദ്ധിച്ചു വരുമ്പോൾ നരകത്തിന്റെ ചൂടിനെക്കുറിച്ചും നമുക്ക് ചില ചിന്തകളും നമുക്ക് ചില ഓർമ്മകളും ഉണ്ടാകണമെന്നാണ് ആ ഹദീസിന്റെ താല്പര്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ പുറത്ത് ചൂടുണ്ടെങ്കിൽ AC ഇടാം, അതല്ലെങ്കിൽ തണലത്തേക്ക് മാറി നിൽക്കാം. ഇതൊന്നുമില്ലാത്ത കഠിനമായ ചൂടിന്റെ ദിവസമാണ് വിശ്വാസികളായ ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ പരലോകത്ത് വരാനിരിക്കുന്നത് എന്ന ബോധ്യം സഹോദരന്മാരെ നമുക്കൊക്കെ ഉണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. വിശ്വാസികളെ നിങ്ങളെയും സ്വന്തം ശരീരത്തെയും സ്വന്തം കുടുംബത്തെയും ഒക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചോളി. അവിടെ മനുഷ്യന്മാർ കത്തിക്കപ്പെടുകയാണ്. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനമാകുന്നത് കല്ലുകളും മനുഷ്യന്മാരുമാകുന്നു. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. കഠിനമായ പരുക്കൻ സ്വഭാവത്തിന്റെ ഉടമകളായ മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുക. ഒരു കാരുണ്യം അവരുടെ മനസ്സിൽ തോന്നൂല. എത്ര കാലം നരകത്തിൽ കടന്നാലും ആ നരകത്തിൽ കടക്കുന്ന മനുഷ്യന് ഒരിറ്റി കാരുണ്യം കാണിക്കാത്ത അത്രയും പരിശ്രമന്മാരായ മലക്കുകളെയാണ് അള്ളാഹു കാവലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു പറയാൻ ഹദീസിൽ കാണാം. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, തദ്നു അശ്ശംസ് യൗമുൽ ഖിയാമ മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും ഖഖദ്രി മൈലിൻ. ഒരു മൈൽ, ഒരു ചാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. ഒരു മൈൽ ദൂരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയാൻ, മനുഷ്യന്മാരിൽ നിന്ന് ഒരു മൈൽ ദൂരത്തിൽ സൂര്യനെ അല്ലാഹു മനുഷ്യന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുവരും. ഫയകൂനു നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ ഗർഖി. എന്നിട്ട് ആ ചൂട് സഹിക്കവയ്യാതെ മനുഷ്യന്മാർ സ്വന്തം അമലുകൾക്കനുസരിച്ചുകൊണ്ട് അവന്റെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കും. ഫമിൻഹും മൻ യകൂനു ഇലാ കഅബൈഹി. അവന്റെ നിര്യാണി വരെ വിയർപ്പുള്ളവരുണ്ടാകും. വമിൻഹും മൻ യകൂനു ഇലാ റുക്ബതൈഹി. അവന്റെ മുട്ടുവരെ വിയർപ്പുള്ളവരുണ്ടാകും. വമിൻഹും മൻ യകൂനു ഇലാ ഹഖ്വൈഹി വമിൻഹും മൻ യുൽജിമുഹു അൽ ഗർഖ് ഇൽജാമൻ. ഇനി അവന്റെ കഴുത്ത് വരെ, അതല്ലെങ്കിൽ ആ വിയർപ്പ് മുങ്ങി അവനിങ്ങനെ മുങ്ങിത്താങ്ങ് നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. ഇതൊക്കെ ഈ ചൂടിന്റെ കാഠിന്യം സഹോദരന്മാരെ, നമുക്കവിടെ അള്ളാഹുവിന്റെ തണലല്ലാതെ അള്ളാഹുവിന്റെ അർശിന്റെ ഒരു ആശ്വാസമില്ലാതെ നമുക്കവിടെ ഉണ്ടാകൂല. ഇതൊക്കെ ഈ ചൂട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ്, അവർക്കൊരു മുന്നറിയിപ്പാണെന്ന് കൂടി മനസ്സിലാക്കണം. അതേസമയത്ത് ചൂടല്ല വിചാരിച്ചിട്ട് പള്ളി വരാതിരിക്കുക, അതിൽ മറ്റു ഇബാദത്തുകളിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അത് കഠിനമായ ചൂടുള്ള ദിവസമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങിയത്. കാരണം സാധാരണയായിക്കൊണ്ട് യുദ്ധത്തിന് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥലം പറയാറില്ല. പക്ഷെ തബൂക്കിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ മുൻകൂട്ടി തന്നെ സ്ഥലം നിശ്ചയിച്ച് പറഞ്ഞ് സഹാബത്തിന് ഒരുങ്ങാനൊക്കെ അവസരം കൊടുത്തു. അത് പ്രത്യേകത ഉണ്ട്, കാരണം അത് കഠിനമായ ചൂടുള്ള സന്ദർഭമായിരുന്നു. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ ചില കപടവിശ്വാസികളായ ആളുകൾ വിശ്വാസികളോട് ചോദിച്ചു, എന്തൊരു ചൂടാണത്, ലാ തൻഫിറു ഫിൽ ഹർരി. ഈ ചൂടത്താണ് അപ്പൊ നിങ്ങൾ യുദ്ധത്തിന് പോകണം? നിങ്ങൾ ഈ ചൂടൊക്കെ കഴിഞ്ഞിട്ട് സമാധാനം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോ ആ പ്രവാചകനെ ധിക്കരിച്ചുകൊണ്ട് ചില കപടവിശ്വാസികളായ ആളുകൾ പ്രവാചകന്റെ അനുയായികളായ സഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ലാ തൻഫിറു ഫിൽ ഹർരി, നിങ്ങൾ ചൂടത്ത് യുദ്ധത്തിന് പുറപ്പെടരുത്. അപ്പോൾ ഇത് അതേ പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്നാൽ നബി, നിങ്ങൾ ആളുകളോട് പറയണം, ഈ ചൂടിനേക്കാൾ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, എന്നാൽ ഈ ചൂടിനേക്കാളൊക്കെ കഠിനമാണ് നരകത്തിന്റെ ചൂടെന്ന് ഈ ആളുകൾക്ക് നിങ്ങൾ വിവരം കൊടുക്കണം നബിയെ. ആ നരകത്തിന്റെ ചൂടിന് രക്ഷപ്പെടാനാണ് ഈ ദുനിയാവിന്റെ ചൂട് സഹിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പോകുന്നത് എന്ന് വിശ്വാസികളായ ആളുകൾ അവർക്ക് മറുപടി കൊടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നരകത്തിന് ചൂട്, ഇവിടുത്തെ ചൂടിന് സഹിക്കാൻ നമുക്ക് ഒരുപാട്
പ്രതിരോധ സംവിധാനങ്ങളും ഒരുപാട് മാർഗങ്ങളും നമുക്കുണ്ടെങ്കിൽ ആ ചൂട് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറമുള്ളതാണ് നരകത്തിന്റെ ചൂട്. നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണികളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. അള്ളാഹു നമ്മെല്ലാം അത്തരം ആപത്തുകളിൽ നിന്നും നരകത്തിന്റെ ഭയാനകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം കുട്ടികൾക്ക് വെക്കേഷൻ സമയമാണ്. നമ്മുടെ മോറൽ സ്കൂൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച മുതൽ വ്യാഴം വരെ നമ്മുടെ പീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ ആ ഒരു മോറൽ സ്കൂളിൽ പങ്കെടുപ്പിക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു നമ്മിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അല്ലാഹുവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ അപകട മരണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും തീരാത്ത കടബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا